പ്രൈസ് ടു ജീസസ്. ഒരുപാട് പ്രത്യക്ഷീകരണത്തിന്റെ കാലമാണ്. കൊറോണയ്ക്ക് മുമ്പ് ഒത്തിരി പ്രത്യക്ഷീകരണം ഉണ്ടായിരുന്നു. കസേരയില്, തുണികളില്, അതുപോലെ വിഗ്രഹത്തിൽ നിന്നാണ് ഈ പ്രത്യക്ഷീകരണം മുഴുവനും. വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രത്യക്ഷീകരണങ്ങൾ മുഴുവനും വന്നിട്ടുള്ളത്. വിഗ്രഹത്തിൽ നിന്ന് കണ്ണുനീരൊഴുക, സുഗന്ധദ്രവ്യങ്ങൾ ഒഴുകുക, അതുപോലെ ഭാവമാറ്റങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യക്ഷീകരണങ്ങൾ കൊറോണയ്ക്ക് മുൻപ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലരും നേർച്ച കാഴ്ചകളും വഴിപാടുകളൊക്കെ കൂടുതൽ അർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യവും കാലവുമായിരുന്നു. എന്നാൽ കൊറോണ കഴിഞ്ഞപ്പോൾ കൊറോണയുടെ പീരീഡ് ആർക്കും ഒന്നും പ്രത്യക്ഷപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു രഹസ്യം എന്ന്? അങ്ങനെയാണെങ്കിൽ കൊറോണയുടെ കാലത്ത് പ്രത്യക്ഷീകരണം ഉണ്ടാവണമല്ലോ. നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് നോക്കാം. நான் நாகப்பட்டினத்துலேருந்து நடந்து வர மாதிரி ரெடி ஆகிட்டேன் வேளாங்கண்ணிலேருந்து. அப்போ என் மாப்பிள்ளையும் பொண்ணு சொன்னாங்க, அம்மா நாங்களும் வரோம் பாப்பாவை தூக்கினாங்க. போகும்போது மட்டும் பஸ்ஸில் போய் நாகப்பட்டினத்தில் இறங்கிட்டோம். அங்கேருந்து 10-12 கிலோமீட்டர் இருக்கும். ஃபுல்லாக நடந்து வரோம்மா. அந்த குழந்தை மாதா சத்தியமாக சொல்கிறேன், ஒரு இடத்துல கூட 3 வயசு குழந்தை தூக்க சொல்லம்மா. எங்களை நடந்தே வரா. அம்மா தூக்கலன்னா பூ லைட்டு போகுது, அந்த லைட்டை பிடிக்க போகிறான். அப்புறம் அங்கே போய் கேட்டால் பிறகு தான் சொல்கிறாங்க, அந்த ப்ளூ லைட்ரு மாதாவாக இருக்கும், உங்கள் கண்ணுக்கெலாம் தெரியல. அதை பிடிக்கிறதுக்கு அந்த புள்ள 10 கிலோமீட்டர் நடந்து வந்து 3 வயசு குழந்தை கோயில் வாசப்படில் வந்து அப்பாடான்னு உட்காந்துச்சு. ஏன்டா உட்காந்துட்டேன்னா, போ பாட்டி ப்ளூ லைட்டு மேலே போயிடுச்சு மாதா கிட்ட. அப்போ அது யாரும்மா? ஐயோ, இந்த மாதா பற்றி சொல்லணும்னா இன்னைக்கெல்லாம் நான் சொல்லுவேன். നിങ്ങൾ കണ്ടു, ഇതിൻ്റെ അകത്ത് ഒരു 3 വയസ്സുകാരൻ, അതായത് നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി വരെ 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോ ഈ 12 കിലോമീറ്റർ 3 വയസ്സുകാരൻ ഈ മാതാവിനെ കണ്ട മാതാവ് ബ്ലൂ ലൈറ്റ് ആയി വന്നു. അതിന്റെ പുറകെ കൂടെ ആരും എടുപ്പിക്കാതെ തന്നെ ഈ 3 വയസ്സുകാരൻ നടന്നു 12 കിലോമീറ്റർ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ കൊറോണയുടെ കാലത്ത് ഇല്ലായിരുന്നു, കൊറോണയൊക്കെ തീർന്നു, വീണ്ടും പ്രത്യക്ഷീകരണം ആരംഭിച്ചു. അപ്പോ എന്താണ് പിന്നത്തെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉടമ്പടി വെക്കാൻ സ്ഥാപിച്ചു. കൃപാസനത്തിൽ ഉടമ്പടി വെക്കാൻ സ്ഥാപിച്ചു. അപ്പൊ കൃപാസന മാതാവ് പലർക്കും പ്രത്യക്ഷീകരണം ഉണ്ടായി. ബ്ലൂ മെഴുതിൽ പ്രത്യക്ഷീകരണം ഉണ്ടായി, സംസാരിക്കുമ്പോൾ പോലും പ്രത്യക്ഷീകരണം ഉണ്ടായി, ഡ്രസ്സ് വെക്കുന്ന അലമാരിക്കുള്ളിൽ പ്രത്യക്ഷീകരണം ഉണ്ടായി, ലോക്കറ്റിനകത്ത് പ്രത്യക്ഷീകരണം ഉണ്ടായി. എന്ന് വെച്ചാൽ അവരുടെ വിഗ്രഹവുമായി സംബന്ധമുള്ള എല്ലാത്തിനും മാതാവിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിന്റെ ഡയറക്ടർ പറയുകയും ചെയ്തു. അപ്പൊ അതിനുവേണ്ടി മാത്രം ജനങ്ങൾ ഉടമ്പടി വെക്കുന്ന ജനങ്ങൾ മറ്റൊരു വിധത്തിൽ. അപ്പൊ കേരളത്തിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി പൊക്കി അവിടെ പലർക്കും പ്രത്യക്ഷീകരണം ഉണ്ടായി. ഇനി തമിഴ്നാട്ടില് ഇപ്പൊ ആ ബാലൻ 3 വയസ്സുകാരൻ പറയുന്നു അവൻ പ്രത്യക്ഷീകരണം ഉണ്ടായി എന്ന് അവൻ പറയുന്നില്ല, ആ സ്ത്രീ പറയുന്നു പ്രത്യക്ഷീകരണം ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, വിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രത്യക്ഷീകരണം മുഴുവനും ഉണ്ടായത്. ആത്മാവുമായി ആരാധിച്ച ആർക്കും പ്രത്യക്ഷീകരണം ഉണ്ടായിട്ടില്ല. അപ്പൊ വിഗ്രഹവുമായി ബന്ധപ്പെട്ട നേർച്ച കാഴ്ചകളും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നവർക്ക് മാത്രമേ, മേരിയോളജിക്കാർക്ക് മാത്രമേ ഈ പ്രത്യക്ഷീകരണം ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഒരു യാക്കോബക്കാരനുണ്ടായിട്ടില്ല, ഒരു പെന്തക്കോസുകാരനുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു ഇവാഞ്ചലിസ്റ്റുകാരനോ, അല്ലെങ്കിൽ ഒരു CSC കാരനോ, അല്ലെങ്കിൽ ഒരു എക്യൂമെനിക്കൽ അങ്ങനെയുള്ള ബൈബിള് സംബന്ധമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനത്തിന് പോലും മാതാവിന്റെ, അതായത് വിഗ്രഹ സംബന്ധമായ പ്രത്യക്ഷീകരണം ഉണ്ടായതായിട്ട് ഒരറിവുമില്ല. എന്നാൽ വിഗ്രഹവുമായി ഒരുപാട് നേർച്ചകളും കാഴ്ചകളും, വിഗ്രഹത്തെ അമിതമായി ആരാധിക്കുകയും വിഗ്രഹവുമായി കൂടെ നിൽക്കുകയും ചേർക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും വിഗ്രഹത്തിൽ നിന്ന് കണ്ണുനീരൊഴുക, വിഗ്രഹത്തിൽ നിന്ന് തേനൊഴുക, വിഗ്രഹത്തിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ ഒഴുക, വിഗ്രഹത്തിൽ നിന്ന് പാലൊഴുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒഴുകുകയും അത് കാണുകയും പ്രത്യക്ഷീകരണം നടക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവുള്ളതാണെന്ന്. എന്നാൽ ഇവിടെ വിശുദ്ധ ബൈബിള് നമ്മൾ എന്താണ് പ്രത്യക്ഷീകരണം, ആരാണ് പ്രത്യക്ഷീകരിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും ആരാധിച്ചവർക്ക് എന്താണ് പ്രത്യക്ഷീകരണം എന്ന്
വ്യക്തമായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് അറിയാനായിട്ട് കഴിയും. മറ്റതെല്ലാം വിഗ്രഹത്തിന്റെ പുറകിൽ സാത്താനാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വിശുദ്ധ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 19-ലേക്കൊക്കെ 20-ലേക്കൊക്കെ നോക്കുമ്പോൾ വിഗ്രഹത്തിന്റെ പിറകിൽ ആരാണെന്നും അത്യുന്നതനായ ദൈവം പറയുന്ന വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, മനുഷ്യൻ ഒരിക്കലും മനുഷ്യന്റെ കൈപ്പണിയിൽ വസിക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹത്തിന്റെ അകത്തിരിക്കുന്നത് ഏത് ആത്മാവാണെന്നും ആ വിഗ്രഹം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷീകരണം വരുമ്പോൾ അത് ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നും വ്യക്തമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് വിശുദ്ധ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യഥാർത്ഥമായ ഒരു പ്രത്യക്ഷീകരണം എന്താണ് എന്ന് നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാം സാധിക്കും. ഇവിടെ വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ കൊർന്നല്യോസിന് പ്രത്യക്ഷപ്പെട്ടാണ്. ഒരു പട്ടാളക്കാരന്റെ മേധാവിയായിരുന്ന കൊർന്നല്യോസ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങളും അത്യുന്നതനായ ദൈവത്തിന് സ്വീകാര്യമായ, അതായത് ഹാബേൽ അർപ്പിച്ചതുപോലെ ആത്മാവിലും സത്യത്തിലും സ്വീകാര്യമായ ഒരു ബലിയർപ്പണം നടത്തിയപ്പോൾ സ്തോത്രം, ഇവിടെ ഒരു പ്രത്യക്ഷീകരണം നടന്നതായിട്ട് കൊർന്നല്യോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? അവൻ ഉറ്റുനോക്കിയെന്ന് പറയുന്നത്. ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു വിഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നില്ല, ഇവിടെ ഒരു നേർച്ച കാഴ്ചകൾ കൊടുത്തായിട്ട് പറയുന്നില്ല, ഇവിടെ ഒരു മേരിയോളജിക്കാരുടെ യാതൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയതായിട്ട് പറയുന്നില്ല. ഇവിടെ കൊറോണയെന്നോ കൊറോണ ഇല്ലാത്ത കാലമെന്നോ അല്ലെങ്കിൽ മഴക്കാലമെന്നോ കാറ്റും കോളുമുള്ള കാലമൊന്നുമല്ല. അത്യുന്നതനായ ദൈവവുമായി ബന്ധപ്പെട്ട് വചനത്തെ സ്വീകരിക്കുകയും അത്യുന്നതനായ ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്യുന്നവന് പ്രത്യക്ഷപ്പെട്ട് എമാവൂസിലേക്ക് പോയ 2 പേർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. എമാവൂസിലേക്ക് പോയ 2 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. 12 അപ്പോസ്തലന്മാർക്കും കൂടാതെ 500-ൽ പരം ജനത്തിനും അത്യുന്നതനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥമായി ദൈവത്തിന്റെ കൂടെ ആത്മാവിലും സത്യത്തിലും നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പ്രത്യക്ഷപ്പെടും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് കൊർന്നല്യോസ് ഇവിടെ പറയുന്നത്. ഇനി ഇത് കൂടാതെ മറ്റനവധി തെളിവുകൾ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. അനവധി തെളിവുകൾ വിശുദ്ധ ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ യഥാർത്ഥമായി പ്രത്യക്ഷപ്പെടേണ്ടത് ആരാണ്? യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തിന്റെ പ്രത്യക്ഷപ്പെടലും അതിന്റെ സാമീപ്യവും ഉണ്ടാകേണ്ടത് ആരാണ് എന്നും, എന്നാൽ വിഗ്രഹവുമായി സംബന്ധപ്പെട്ട് ഈ പ്രത്യക്ഷപ്പെടൽ എവിടെ നിന്നാണ് വരുന്നതെന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 8-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. ഷണ്ഡൻ എത്യോപ്യ രാജ്ഞിയുടെ അതായത് ഇത് ചെയ്യുമ്പോൾ ഷണ്ഡൻ യേശയ്യാപ്രവാചകന്റെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പീലിപ്പോസ് അടുത്തിരുന്നു. പീലിപ്പോസ് അടുത്തിരുന്ന് ചോദിച്ചു, നിനക്കിത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഷണ്ഡൻ പറഞ്ഞു, ഒരാള് ഇത് വ്യാഖ്യാനിച്ച് തരാതിരുന്നാൽ മനസ്സിലാകുന്നത് എങ്ങനെ? അങ്ങനെ പീലിപ്പോസ് ഷണ്ഡനോട് കൂടെ ചേർന്നിരുന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകം ബൈബിള് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഷണ്ഡൻ പറഞ്ഞു, ഇതാണ് വെള്ളം, ഇത് വെള്ളമാണ്, നിനക്ക് സ്നാനപ്പെടാനാവോ? ഷണ്ഡൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, ഞാൻ വിശ്വസിക്കുന്നു. ഷണ്ഡനെ സ്നാനപ്പെടുത്തി കരയ്ക്ക് കയറിയപ്പോൾ പിന്നെ പീലിപ്പോസിനെ കണ്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഇത് അപ്പോസ്തല പ്രവർത്തനത്തില് 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിന് മുൾപ്പടർപ്പ് അത്യുന്നതനായ ദൈവം പ്രത്യക്ഷനായി. ചിന്തിച്ചു നോക്കി. അപ്പൊ ഇവിടെയെല്ലാം ഒരു പ്രത്യക്ഷീകരണം നടന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച ജനത്തിന് അത്യുന്നതനായ ദൈവം പ്രത്യക്ഷനായി. ഇനി വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് അപ്പോസ്തലനായ ശൗലിന് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ അപ്പോസ്തല പൗലോസ്ലീഹ പ്രത്യക്ഷപ്പെട്ടത്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ലെറ്റർ വാങ്ങിപ്പോയ പൗലോസ്
നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ മിന്നുന്ന പ്രകാശവുമായി പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. ശൗലെ ശൗലെ എന്ന് വിളിക്കുമ്പോൾ ശൗൽ ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? നീ പീഡിപ്പിക്കുന്ന യേശു ആകുന്നു ഞാൻ. പ്രത്യക്ഷീകരണം ഉണ്ടായി. ചിന്തിച്ചു നോക്കി. അപ്പോ ഇന്ന് മേരിയോളജിക്കാർക്ക് വിഗ്രഹത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന യഥാർത്ഥമായി പ്രത്യക്ഷപ്പെടുന്ന ആരാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തിന് പ്രത്യക്ഷപ്പെടുന്ന ആ പ്രത്യക്ഷീകരണങ്ങളാണ്. അതിന്റെ 9-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 9:17 വായിക്കുമ്പോൾ, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിന്ന് എനിക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായി യേശു എന്ന ഏക കർത്താവാണ് നിനക്ക് പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. അപ്പോ യഥാർത്ഥമായ ഒരു പ്രത്യക്ഷീകരണം എവിടെ നിന്നാണ് വരേണ്ടത്? അതാർക്കാണ് വരേണ്ടത്? ഇതാണ് 2 ചോദ്യം. ഒന്ന്, എന്നെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുന്നവന് അത്യുന്നതനായ ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടാകും. അല്ലാത്തവർക്ക് നേർച്ചകളും കർമ്മമാർഗത്തിലൂടെ വിഗ്രഹത്തിന് നേർച്ച കഴിക്കാനും വിഗ്രഹത്തിന് വഴിപാട് കഴിക്കാനും വിഗ്രഹത്തിന് പൂമാലയിടാനും പൈസ നോട്ടുമാലയിടാനും പോകുന്നവർക്കുള്ള പ്രത്യക്ഷീകരണമാണ്. അതായത് മാതാവിന്റെ പ്രത്യക്ഷീകരണം. അതായത് വിഗ്രഹ മാതാവിന്റെ, യേശുവിന്റെ അമ്മയല്ല, വിഗ്രഹ മാതാവിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകുന്ന മൊത്തം വിഗ്രഹ ആരാധനയുമായി സംബന്ധപ്പെട്ട് പോകുന്നവർക്ക് ബ്ലൂ ലൈറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലൂ മെഴുതിരിയില് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെടാം, ഡ്രസ്സ് വെക്കുന്ന ബ്യൂറോയിൽ പ്രത്യക്ഷപ്പെടാം, കിച്ചണിൽ പ്രത്യക്ഷപ്പെടാം. പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും പല ഭാവത്തിലും പല രൂപത്തിലും പല തരത്തിലും എല്ലാം പ്രത്യക്ഷീകരണം ഉണ്ടാകണമെങ്കിൽ സാത്താന് അതിന് കഴിയും. വിഗ്രഹത്തിന്റെ അകത്തിരിക്കുന്നത് സാത്താന്റെ സ്പിരിറ്റാണ്. അത് പ്രത്യക്ഷീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എന്നാൽ യഥാർത്ഥമായ പ്രത്യക്ഷീകരണം ഉണ്ടായത് എങ്ങനെയാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും വിശുദ്ധ പ്രവാചകന്മാർക്കെല്ലാം അതിന്റെ സാന്നിധ്യവും അതിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടായതായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഇരുട്ടിന്റെ അന്ധകാരത്തിലേക്കല്ല പോകേണ്ടത്, പ്രകാശത്തിന്റെ വചനത്തിലേക്ക്, സത്യവെളിച്ചത്തിലേക്ക് ഇറങ്ങി അത്യുന്നതനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനമായി മാറട്ടെ എന്ന ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ ക്ലാസ് ഘട്ടത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.